ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇസ്രായേൽ ഗാസയും വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നും സ്വന്തമാക്കും. ഇസ്രായേൽ ഗാസയും വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നും സ്വന്തമാക്കും. മെറ്റനോയ യൂട്യൂബ് മിനിസ്ട്രീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചരിത്രപരമായിട്ട് ഉള്ള സംഭവങ്ങൾ, നടക്കുന്ന സംഭവങ്ങൾ ബൈബിളുമായിട്ട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു എപ്പിസോഡാണിത്. ഇതിൽ നമ്മൾ ചിന്തിക്കുന്ന, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, വെസ്റ്റ് ബാങ്കും അതുപോലെ ഗോലാനുമൊക്കെ അക്വിസിഷൻ നടത്താനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്, വെസ്റ്റ് ബാങ്കിലുള്ള പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് തീരുമാനിച്ചു. പത്രത്തിലോ കഴിഞ്ഞ ദിവസത്തിൽ വന്ന വാർത്തയാണ്. ഒരു ഇസ്രായേലുകാർ അത് പർച്ചേസ് ചെയ്യാനായിട്ട് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്തു കളഞ്ഞു. എന്നുവെച്ചാൽ നേരത്തെ ഉള്ള എല്ലാ ബാരിയേഴ്സും എടുത്തു കളഞ്ഞിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കട്സ് ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ ബെസലേൽ സ്മോട്രിച്ച് ഇവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്തു. ഇനിയും നമുക്ക് ഇസ്രായേൽ മക്കൾക്ക്, ഇസ്രായേലുള്ള ആളുകൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങാം. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഇസ്രായേൽ ഫോം ചെയ്തപ്പോൾ തന്നെ ഈ അറബ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഊഷരമായി കിടന്ന, ഡെസേർട്ട് പോലെ കിടന്ന സ്ഥലങ്ങൾ അവർ വാങ്ങിച്ചു കൂട്ടിയതാണെന്ന് നമുക്കറിയാം. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്, എല്ലാ ട്രാൻസാക്ഷനും അവർ പബ്ലിക്കായിട്ട്, ലാൻഡ് ലോഡിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പബ്ലിക്കായിട്ട് എല്ലാ ട്രാൻസാക്ഷനും അവർ ക്ലാസിഫൈ ചെയ്ത് കാണിക്കും. അതുപോലെ ജ്യൂസിന് പ്രോപ്പർട്ടി ഒരു ലിമിറ്റും ഇല്ലാതെ സ്പെഷ്യൽ പെർമിഷനോടുകൂടി നേരത്തെ ടെൽ അവീവിലും ജെറുസലേമിലും ഒക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർട്ടി വാങ്ങാം. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്റ്റേറ്റ് യൂസിന് വേണ്ടി സ്ഥലം വാങ്ങാനായിട്ട് ഉള്ള ഒരു പെർമിഷൻ കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇതിനകത്ത് ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയി കഴിയുമ്പോൾ, ഗവൺമെൻറ് അക്വയർ ചെയ്യുമ്പോഴല്ലേ പ്രശ്നം, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയി കഴിയുമ്പോൾ പലപ്പോഴും ഈ ഇല്ലീഗാലിറ്റി ഒന്നും അതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ലായും മറ്റുള്ള ലായും ഒന്നും തന്നെ, ലോക്കൽ ലായും ഒന്നും തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ചെയ്യുകയോ ചെയ്യാതെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഇത് ആളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഇല്ലാതെ ആയിത്തീരുമെന്നുള്ളത്. അതുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ്, ലാൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് വെസ്റ്റ് ബാങ്കിൽ ആരംഭിച്ചു, അപ്രൂവ് ചെയ്തു, റെസ്ട്രിക്ഷൻസ് എല്ലാം എടുത്തു കളഞ്ഞു. ഇത് തന്നെ 1967 ഈ പ്രോസസ്സ് ഫ്രോസൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്ന് കാണാം. അന്നേരം അപ്പോഴെന്താ സംഭവിക്കുന്നത്, സ്ഥലം കൊടുക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നെല്ലാം ഈ സ്ഥലം അക്വയർ ചെയ്യും. ഇതിനെ എതിരായിട്ട് UK യും സൗദി അറേബ്യയും UAE ഒക്കെ അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങി. ഇൻ്റർനാഷണൽ ലോയ്ക്ക് അഗൻസ്റ്റാണ്. എന്നാൽ US അത് റൂൾഡ് ഔട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. ഈ സ്പെസിഫിക് മൂവിനെ US സപ്പോർട്ട് ചെയ്യുന്നു, അത് റൂൾ ഔട്ട് ചെയ്തു. അത് ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു ഡയല്യൂഷനോ അല്ലെങ്കിൽ ഒരു വയലേഷനോ അല്ല എന്ന് അവരെ പറഞ്ഞു. നമ്മളെ ബൈബിളിലെ പിക്ചർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യോശുവയുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് ഈ ഇസ്രായേലിൻ്റെ ബൗണ്ടറി നിയമിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യയുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. എന്ന് പറഞ്ഞാൽ നോർത്തിൽ യൂഫ്രട്ടീസ് നദിയാണ്. യൂഫ്രട്ടീസ് നദി നോർത്തിൽ, തെക്ക് മെഡിറ്ററേനിയൻ സീ ആണ്. അവിടെയാണ് മഹാസമുദ്രം എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ സീ. ഈസ്റ്റിൽ കിഴക്ക് വശം യോർദാൻ റിവറും ഡെഡ് സീയുമാണ്. പടിഞ്ഞാറ് വശം മെഡിറ്ററേനിയൻ സീ ആണ്. ആ ടെറിട്ടറിയിലുള്ള ഈ കനാൻ ദേശത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ
11:16 പറയുന്നുണ്ട്. യോശുവ 11 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പറയുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ മലനാടും തെക്കേ ദേശമൊക്കെയും ഗോശൻ ദേശമൊക്കെയും താഴ്വീതിയും അരാബയും ഇസ്രായേൽ മലനാടും അതിൻ്റെ താഴ്വീതിയും സേരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കും തുടങ്ങി ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തിലുള്ള ലെബനോൻ താഴ്വരയിൽ ബാൽ ഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. ഈ 11:16 ഈ പറയുന്ന ദേശത്തില് ഹിൽ കൺട്രി, മല, രണ്ടാമത് നെഗേവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നെഗേവ് അങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്. ദ ലാൻഡ് ഓഫ് ഗോശൻ. പിന്നെ പറയുന്ന സ്ഥലം ഷെഫല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇപ്പോഴത്തെ പേരാണ് ഷെഫല എന്ന് പറഞ്ഞ സ്ഥലം. പിന്നീട് യോർദൻ വാലി, ടെറിട്ടറീസ് ഓഫ് 12 ട്രൈബ്സ് പറയുന്ന യോശുവ 13 തൊട്ട് 19 വരെയുള്ള ഭാഗങ്ങളിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തായിട്ട് പറയുന്നു. മലനാട് തൊട്ട് ഇങ്ങോട്ട് നെഗേവ് വരെ, അത് കഴിഞ്ഞിട്ട് ഷെഫല് തൊട്ട് യോർദാൻ വാലി വരെയുള്ള സ്ഥലം, അതാണ് ഇവിടെ പറയുന്നത് 16 വാക്യത്തിൽ പറയുന്നത്. അതിനകത്ത് അത് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. അത് പറയുന്നത് യോശുവ 15, 16, 17, 18, 19 അധ്യായങ്ങളിലും അതുപോലെ 13 അധ്യായത്തിലും അത് പറയുന്നുണ്ട്. ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തായിട്ട് പറയുന്നു. ഓരോ ഗോത്രങ്ങൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തായിട്ട് പറയുന്നു. ഇതിനകത്തുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുമായിട്ട് ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ കുറേ സിറ്റീസ് ഉണ്ട്. അതിനകത്ത് കീ സിറ്റീസ് ഉണ്ട്. ഒന്ന് ജെറീഹോ ഉണ്ട്, 2 ആയി പട്ടണം, ആയി ഉണ്ട്, 3 ജെറുസലേം ഉണ്ട്, 4 ഹെബ്രോൻ ഉണ്ട്, 5 ഗാസയുണ്ട്, 6 ഗിബയോനുണ്ട്. അത് ഇത്രയും സ്ഥലങ്ങൾ ഇതിനകത്ത് വരുന്ന സ്ഥലങ്ങളാണ്. അത് ഈ സ്ഥലങ്ങളിലുള്ള ഭാഗങ്ങളാണ് ഇന്ന് നേരത്തെ നമ്മൾ സംസാരിച്ച സ്ഥലങ്ങളായിട്ടുള്ള ഗാസയും വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നുമൊക്കെ. ഇത് ഒറിജിനലി ഇവർക്ക് അലോട്ട് ചെയ്ത് പണ്ട് ദൈവം കൽപ്പിച്ചു കൊടുത്ത ഭാഗമാണ്. പിന്നീട് അത് ആരുടെയൊക്കെ കൈവശമായി, പല റൂൾസും റെഗുലേഷനും ട്രീറ്റികളും ഒക്കെ വന്ന് ആരുടെയൊക്കെ കൈവശമായി. അതൊക്കെ ശരിയാണ്. എന്നാൽ ഇതൊക്കെ തന്നെ ഇവർക്ക് അർഹതപ്പെട്ടതാണ്. അവർ അർഹതപ്പെട്ട സ്ഥലം അവരെന്താ ചെയ്യുന്നത്? നിയമങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യും, ഏതെങ്കിലും രീതിയിൽ അവർ കൈവശമാക്കാൻ നോക്കും. ഇപ്പോഴവർ ലേറ്റസ്റ്റ് ടെക്നോളജി പണ്ട് യൂസ് ചെയ്ത 1947 കൺട്രി ആകുന്നതിന് മുമ്പ് യൂസ് ചെയ്ത ആ പ്രിൻസിപ്പിള് അവരിപ്പോഴും എടുക്കുകയാണ്. എന്താണ്? വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത്. അതിനവർ പെർമിഷൻ കൊടുത്തു. പലരും അത് അപലപിക്കുന്നുണ്ട്. എന്നാൽ അൾട്ടിമേറ്റ്ലി അത് അവരുടെ കൈവശമാകും. ഈ ദിവസങ്ങളിൽ അത് നടക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം പറഞ്ഞാൽ അതിന് മാറ്റമില്ല. നമ്മൾ പല രീതിയിൽ ചിന്തിക്കും. ഇപ്പം ഗാസയിലൊക്കെ നടന്ന യുദ്ധത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഗാസ യുദ്ധം അത് നിൽക്കുമോ തീരുമോ എന്നൊക്കെയുള്ള. ഞാൻ അതിനകത്ത് ആ യുദ്ധത്തിൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗാസയിലെ ലീഡേഴ്സ് അത് മൊട്ടക്കുന്നാവുന്ന ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യുദ്ധത്തിൻ്റെ ട്രീറ്റിയൊക്കെ കഴിഞ്ഞ് അത് സമാധാനമൊക്കെ ഒപ്പിട്ടിട്ട് ഇപ്പോഴും വെടിവെച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതെല്ലാം ഇല്ലാതെയായി തീരും. ആ ഒരു സ്റ്റേജിലേക്ക് അതെല്ലാം ഇസ്രായേലിൻ്റെ ഭാഗമായി തീർന്നേ മതിയാവുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ ലിഖിതമായിട്ടുള്ള കൽപ്പനയും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നേരത്തെ എഴുതിയിരിക്കുന്നു. അതിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ വ്യത്യാസം വരികയില്ല. അതുകൊണ്ട് ഈ ഗാസയും ഈ വെസ്റ്റ് ബാങ്കും ഈ ഗോലാൻ കുന്നും ഒക്കെ യെരുശലേമിൻ്റെ കൈവശം തന്നെയാകും. അതുവരെയും ഇസ്രായേൽ അതിനുവേണ്ടി ഇസ്രായേൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ഒരു വചനത്തിൽ നിന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ചിന്തകളോ അതിനെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ തോട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗാസയെക്കുറിച്ച് പറഞ്ഞ ആ എപ്പിസോഡിൻ്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട്.
ഗാസയെക്കുറിച്ച് പറഞ്ഞ ലിങ്ക്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴേ ഏകദേശം 1 വർഷത്തോളമായി. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. ഈ പറയുന്ന കാര്യങ്ങളും ഇസ്രായേൽ പ്രധാന എയിം എന്ന് പറയുന്ന യുദ്ധത്തേക്കാൾ ഉപരിയായിട്ട് അവരുടെ പ്രോപ്പർട്ടി അവരെ കൈക്കലാക്കുക എന്നുള്ളതാണ് അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതായി കഴിയുമ്പോഴാണ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം വരാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരത് കൈക്കലാക്കും. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ അവർക്ക് സെക്കൻഡറി ആണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. തീർച്ചയായും ഞാൻ ചിന്തിച്ച ചിന്തകൾ ബൈബിളുമായിട്ട് ലിങ്ക് ചെയ്തുള്ള ഒരു ചിന്തയായിരുന്നു. നമുക്ക് പ്രയോജനമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇതേ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലങ്ങളിലൊക്കെ ബൈബിളിലുള്ള പ്രോഫസികളൊക്കെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അനുഗ്രഹിക്കണമേ, കാണുന്നവരെ അനുഗ്രഹിക്കണമേ. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും കർത്താവെ ബൈബിൾ പഠിക്കുകയൊക്കെ ചെയ്യുവാനായിട്ട് കൃപയൊരുക്കണമേ, സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് തുടർമാനമായി വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങളുടെ യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും, ബൈബിൾ സ്റ്റഡി ഉണ്ടാകും. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ വേൾഡിലുള്ള വാറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കാണാം സ്പിരിച്വൽ വേൾഡിൽ ഏത് രീതിയിലാണ് യുദ്ധം ചെയ്യുന്നത്, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പുറത്ത് വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് വലിയൊരു ഡെലിവറൻസ് ആ രീതിയിൽ വന്നു ചേരും. ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.